കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം യെഹെസ്കേൽ പ്രവചനം 37 അധ്യായമാണ് പഠിച്ചാരംഭിച്ചത്. ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ യെഹെസ്കേൽ പുസ്തകം 37 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. അത് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യെഹെസ്കേലിനെ ദൈവം അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് നടുവിൽ ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് യഹോവയെ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ അസ്ഥികളെ കുറിച്ച് പറയുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ എന്നാണ് പറയുന്നത്. അടുത്ത കാലത്ത് മരിച്ചു പോയ അസ്ഥികളല്ല, ഒത്തിരി ഉണങ്ങിയതാണ്, കാലപ്പഴക്കം ചെന്നതാണ്. ആ അസ്ഥികളാണ് ജീവിക്കുമോ എന്ന് യഹോവയെ ദൈവം ചോദിക്കുന്നത്. അതിന് യെഹെസ്കേലിന്റെ മറുപടി ഇങ്ങനെയാകുന്നു: ദൈവമേ, നീ അറിയുന്ന സകലവും നിനക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തനിക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന അമാനുഷികമാകുന്ന ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും മുൻപിൽ യെഹെസ്കേൽ ഒന്നും പറയാനില്ല. ദൈവത്തിന് അതിന്മേൽ പരമാധികാരമുണ്ട് എന്നും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെ മുൻപിൽ താൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് താൻ പറയുന്നത്, യഹോവേ, നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ യെഹെസ്കേലിന് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ദർശനം, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവുണ്ടായിരുന്നു. ദൈവം ആരാണെന്നെ കുറിച്ച്. അതിനുശേഷം യഹോവയെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ഈ ഉണങ്ങിയ അസ്ഥികളെ നോക്കി അവയോട് ദൈവവചനം, യഹോവയുടെ വചനം പറയണം. അതൊരു പക്ഷേ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന ഒന്നല്ലാതെ. കാരണം ഉണങ്ങിയ അസ്ഥികളാണ്. ഉണങ്ങിയ അസ്ഥികളെ നോക്കി എന്തു വചനം പറയാനാണ് ഏതൊരു ചിന്താഗതി നമുക്കുണ്ടാകാം. എന്നാൽ യെഹെസ്കേൽ അതിനൊന്നും ചോദ്യം ചെയ്യാതെ യെഹെസ്കേൽ ദൈവത്തിൻ്റെ വചനം ആ അസ്ഥികളോട് പറയാൻ തുടങ്ങി. യെഹെസ്കേലിന് അറിയാം, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും നോക്കുമ്പോൾ അതൊരു മണ്ടത്തരമായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാകിയാൽ ആ വചനത്തിലൂടെ ഈ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ വചനത്തിന് മരിച്ചുപോയവരെ ഉയർപ്പിക്കുവാൻ കഴിയും. ഈ ഉണങ്ങിയ അസ്ഥികളെ കൂട്ടി യോജിപ്പിച്ച് അതിനാവശ്യമായ മജ്ജയും ത്വക്കുമൊക്കെ നൽകി ജീവനുള്ളതാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ആ വചനത്തിന് കഴിയും എന്ന് യെഹെസ്കേൽ അറിയാമായിരുന്നു. അസ്ഥികളിലല്ലായിരുന്നു പ്രത്യാശയുണ്ടായിരുന്നത്. അവനോട് പറഞ്ഞ ദൈവത്തിൽ അവന് പൂർണ്ണമായ പ്രത്യാശയും ഒരാശ്രയവും ആ ദൈവം ചെയ്യുമെന്ന് ഉത്തമ ബോധ്യം യെഹെസ്കേലിനുണ്ടായിരുന്നു. അപ്പം ആ വചനത്തിലൂടെയാണ് നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാം ഉളവാക്കപ്പെട്ടത് ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇങ്ങനെയാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും പഠിച്ചിരുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ ഭൂമിയും അതിലുള്ളതൊക്കെയും ഉളവായി എന്നാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനത്തിന്
ഉണങ്ങിയത് പോയതിനെ ജീവിപ്പിക്കാൻ കഴിയും. ആ ഉണങ്ങിയതിനെ ജീവിപ്പിക്കുക മാത്രമല്ല, ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ വിളിച്ചുളവാക്കാനും ആ വചനത്തിൽ കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. അതിനുശേഷം അതിന്മേൽ ദൈവം വേണ്ടതായ ക്രമീകരണം ചെയ്യുന്നതായി അസ്ഥികളിലെ ശ്വാസം നിറയ്ക്കും എന്ന് വാഗ്ദത്തം ചെയ്തു. ഞാൻ അതിന് ജീവൻ അതിലേക്ക് അയക്കും, അതുമേൽ എൻ്റെ ശ്വാസം ഊതും എന്ന് ദൈവം പറയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗമാണ് വാസ്തവത്തിൽ പറഞ്ഞു നിർത്തിയത്. നമുക്കതുകൊണ്ട് 6 മുതൽ 6 വാക്യം ഒന്ന് വായിച്ചു. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, നിങ്ങൾ ജീവിക്കും, ഉണങ്ങിയ അസ്ഥികൾ ശ്വാസം നിറയ്ക്കുമെന്ന് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ അസ്ഥികൾക്ക് മാംസം നൽകി അതിനെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് ആ നിലയിൽ പോയതിനെ ദൈവം വീണ്ടും പുനർജീവിപ്പിക്കുമെന്നൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. ചാക്കരയുണ്ട്, പച്ചരിയുണ്ട്. ഹലോ, അത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറ. ഓക്കെ, ഈ ഭാഗത്ത് ദൈവഭക്തനായ ടൈലർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്നത്, ഈ വാക്യത്തിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ ഒരു ഇതൊരു പുനർജീവന പ്രവൃത്തിയായിരുന്നു. ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്ന ഒന്നിലേക്ക് ജീവൻ പുനഃസ്ഥാപിക്കുന്ന ഒരു പദ്ധതി. ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവന്റെ ഒരു സൃഷ്ടിപ്പല്ല ഇത്. വളരെ കാലമായി മരിച്ചുപോയി ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികളിന്മേൽ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ഒരു പ്രവർത്തനം. ഒന്നത്. രണ്ടാമത്തത്, ഇതൊരു ദൈവിക പ്രഖ്യാപനമായിരുന്നു. അസ്ഥികൾ ഒരിക്കലും അവയിൽ തന്നെ സ്പോണ്ടേനിയസായി ജീവൻ സൃഷ്ടിക്കുവാൻ അസ്ഥികളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ഇവിടെ യഹോവയുടെ വചനം അവരുടെ മേൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, ആ വചനം അവരുടെ മേൽ അയച്ചു കഴിയുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ജീവൻ അവർക്ക് വാഗ്ദാനമായി ലഭിച്ചു. ഒന്ന്, ഒരു പുനർജീവിപ്പിക്കുന്ന അനുഭവം. 2, ദൈവിക പ്രഖ്യാപനമായിരുന്നു. മൂന്നാമത്തത്, ഈ അസ്ഥികളിൽ വീണ്ടും ജീവിപ്പിക്കുന്ന ശ്വാസം ആ അസ്ഥികളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 6 വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു പുനർജീവനത്തിൻ്റെതാണ് പ്രവൃത്തിയാണ്. ഇതൊരു ദൈവിക പ്രഖ്യാപനമാണ്. ഇതിന്മേൽ ദൈവത്തിന് ശ്വാസം അയക്കുന്നു, അത് വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട്. ശ്വാസത്തിനും ആത്മാവിനും ഉപയോഗിക്കുന്ന പുരാതനമായ ഹെബ്രായ പദം, രണ്ടിന് ഉപയോഗിക്കുന്ന ഹെബ്രായ പദം ഒന്ന് തന്നെയാകിയാൽ ഇതിന് 2 തരത്തിലുള്ള ആശയം ഉണ്ട്. ഒന്ന്, യെഹെസ്കേൽ 36 27 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ അവരെ നിർമ്മല ജലം കൊണ്ട് ശുദ്ധീകരിച്ച് അവിടെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമാകുന്ന ഹൃദയം പിടിപ്പിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ അവരിൽ അയക്കും. അപ്പം അതുകൊണ്ട്
ഇവിടെ പറയുന്ന ദൈവം 36 അധ്യായത്തിൽ 27 അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇവരുടെ മേൽ അയച്ചു എന്ന ഒരു ചിന്താഗതിയുണ്ട്. രണ്ടാമത്തെ ചിന്താഗതി, ജീവദായകമാകുന്ന ശ്വാസത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം. ആദമനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു, മണ്ണ് കൊണ്ടുണ്ടാക്കി, അതിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അങ്ങനെ അത് ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വായിക്കുന്നു. എന്നാൽ അങ്ങനെ ഊതപ്പെട്ട് ജനിച്ചു വന്ന ഇവർ മരിച്ചു, മൺമറഞ്ഞു പോയി. വീണ്ടും അവരിലേക്ക് ആ ശ്വാസം വീണ്ടും മൂക്കിലൂടെ ഊതാതെ വചനത്തിലൂടെ തന്നെ അവരുടെ മേൽ ശ്വാസത്തെ അയക്കുകയാണ്. ഈ രണ്ട് തരത്തിലുള്ളതായ അർത്ഥമാണ് ആ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനിയും 7ഉം 8ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. ഓക്കെ, ഇവിടെ പ്രവാചകൻ 7ാം വാക്യത്തിൽ പറഞ്ഞാരംഭിക്കുന്നത്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ദൈവം എന്ത് പറഞ്ഞോ അതിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ അത് അതുപോലെ തന്നെ പ്രസ്താവിച്ചു. യെഹെസ്കേൽ ദൈവിക അരുളപ്പാട് അസ്ഥികളോട് പ്രഖ്യാപിച്ചു, സംസാരിച്ചു. ഇത് പ്രസ്താവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ജീവനുള്ള ഒന്നും അവിടെ ഇല്ല, എല്ലാം ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളാ. യെഹെസ്കേൽ ഒരുപക്ഷെ ജീവിതത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ദൈവം കൽപ്പിക്കണം, നീ അവയോട് സംസാരിക്കണം, എന്തെങ്കിലും അങ്ങൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തെ അവൻ മാറ്റി വെച്ചിട്ട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. നമ്മളെ ഉണങ്ങിക്കിടക്കുന്ന കുറെ കല്ലിൻ്റെ അടുക്കൽ പോയി ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ജനം കാണുമ്പോൾ നമ്മളെ വിഡ്ഢികളാക്കും. ഇത് കേൾക്കുന്ന ഒരുതപ്പെട്ട ആളുകൾ ആരും പോയി ഈ കല്ലിനോട് പോയി പ്രസംഗിക്കാൻ പോകത്തില്ല. എന്നാൽ യഹോവയായ ദൈവം യെഹെസ്കേലിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ഈ ഉണങ്ങിക്കിടക്കുന്ന ഒരനക്കവുമില്ലാത്ത ചെവി മൂക്ക് ഒന്നുമില്ലാത്ത ഒന്നിൻ്റെ അടുക്കൽ പോയിട്ടാണ് ഇത് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് യെഹെസ്കേലിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു സംശയം ഉണ്ടെങ്കിലും ശരി, ആ സംശയമൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. മാനുഷിക ചിന്തയിൽ ദൈവവചനത്തിൻ്റെ ഈ പ്രഖ്യാപനം ഒരുപക്ഷെ നമുക്ക് മണ്ടത്തരമായി വിഡ്ഢിത്തരമായി തോന്നിയേക്കാം. ഇന്ന് രാത്രി ഒരു കാര്യം ഇതിനകത്തുനിന്ന് ഓർപ്പിക്കട്ടെ. ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നാം അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ച് 1000 ക്വസ്റ്റ്യൻ അതിന് മേൽ ചെലുത്തി നമ്മൾ 1000 ക്വസ്റ്റ്യങ്ങൾ അതിനോട് ചോദിച്ച് ആകെപ്പാടെ നമ്മൾ എങ്ങുമില്ലാത്തൊരു പരുവത്തിന് എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒന്നും നോക്കാതെ നമ്മളത് ചെയ്തു കഴിയുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തുകൊള്ളും. അത് എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ നോക്കണ്ട. അതെങ്ങനെ അതിന് ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ നോക്കണ്ട. നിന്നോട് ദൈവം പറഞ്ഞതാകിയാൽ
നീ അത് ചെയ്യുമ്പോൾ അതിനുള്ളതായ മറുപടിയും അതിൻ്റെ അടുത്ത പ്രതിഫലമൊക്കെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. എന്നിട്ട് യെഹെസ്കേൽ അത് അനുസരിക്കുകയാണ്. ഇന്ന് രാത്രി യൂട്യൂബിൽ മറ്റും ശ്രദ്ധിക്കുന്നത് പറയട്ടെ, ഒരുവന്റെ ജ്ഞാനവും ബുദ്ധിയും യുക്തിയും അനുഭവ സമ്പത്തുകളൊക്കെ വെച്ചിട്ട് ദൈവിക പ്രവർത്തനത്തെ അഥവാ ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. നമുക്കൊരിക്കലും അളക്കാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞാൽ അത് ചെയ്യും. അതിൻ്റെ മുൻപിൽ നമ്മൾ യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയും നമ്മുടെ ജ്ഞാനത്തിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തിലൂടെ ഒക്കെ നമ്മൾ അതിനെ ചകഞ്ഞ് അതിലേക്ക് നോക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയല്ലാതെ ദൈവം പരാജയപ്പെടുത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി വിജയിച്ചു തന്നെ മുൻപോട്ട് പോകും. അതല്ല, ദൈവിക പ്രവർത്തനത്തെയും ദൈവത്തെയും നമ്മുടെ യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയും ജ്ഞാനത്തിലൂടെയും നമ്മുടെ അനുഭവ സമ്പത്തിലൂടെയും നമ്മൾ അന്വേഷിക്കുവാൻ തുടങ്ങിയാൽ, നമ്മൾ അതിനെ അളക്കുവാൻ തുടങ്ങിയാൽ, നമ്മൾ പരാജയപ്പെട്ടിട്ട് അവസാനം ചെന്ന് നിൽക്കും ദൈവം ഒന്നില്ല എന്ന് പറയുന്ന പോയിന്റിൽ ചെന്നേക്കും. കാരണം അവൻ്റെ യുക്തി എന്ന് പറയാൻ എന്തുണ്ട്? ദൈവത്തിൻ്റെ യുക്തിയുടെയും ബുദ്ധിയുടെയും ഒരു അംശമെങ്കിലും ഉണ്ടോ? ഈ കൊച്ചു മനുഷ്യന് ദൈവത്തിൻ്റെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെ ഒക്കെ മുൻപിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ഒരു കോണിലിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പരിമിതപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ, ദൈവത്തിൻ്റെ ശക്തിയെയും ജ്ഞാനത്തെയും ഒക്കെ പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കുവാൻ ആ മനുഷ്യൻ പരാജയപ്പെടുകയല്ലാതെ ദൈവമോ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ പരാജയപ്പെടുകയില്ല എന്നൊരു യാഥാർത്ഥ്യമാണിത്. അവൻ പരാജയപ്പെടുകയല്ലാതെ ദൈവം ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടുന്നില്ല. അതിലൂടെ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും നമുക്ക് കാണാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസത്തിൽ കൂടെ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ധരിക്കുന്ന ബുദ്ധിയിലൂടെയും യുക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും അനുഭവ സമ്പത്തിലൂടെയും ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ആഴം എത്ര വലുതാണ്. അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിനകത്ത് വാക്യമുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം, ധനം, അതിൻ്റെ ആഴം ആരായുന്നവനാർ, ആർക്ക് കഴിയും അത് മനസ്സിലാക്കുവാൻ? അപ്പം മനുഷ്യന്റെ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുവാൻ കഴിയുന്നതല്ല ദൈവവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. ആ നിലയിൽ അതിനെ അളക്കുവാൻ നമ്മൾ ശ്രമിക്കില്ല. ഇവിടെ യെഹെസ്കേൽ അളക്കാതെ ദൈവം പറഞ്ഞതനുസരിച്ചു, അവനത് പ്രവചിച്ചു. ഇനിയും സംഭവിച്ച കാര്യം അവിടെ കൊടുത്തേക്കുന്നത് ആ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചേ. 8-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ നോക്കണേ, ഈ ഒന്നുമില്ലാതെ കിടക്കുന്ന ആ അവസ്ഥയെ നോക്കി പ്രവചിക്കാനാ പറഞ്ഞത്. അതിനെ നോക്കി വചനം പ്രസംഗിക്കാനാ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു.
എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, യൂട്യൂബിലൂടെയും ഇതിലൂടെയും ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരോട് പറയട്ടെ, ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞിട്ടാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ, നീ ദൈവം പറഞ്ഞിട്ടാണ് അവിടേക്ക് പോയതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ ആ സ്റ്റെപ്പ് വെച്ചതെങ്കിൽ, നീ ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചിരിക്കും. അതല്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവത്തിൻ്റെ യുക്തിയെ മറന്ന് ബുദ്ധിയെയും കഴിവുകളെയും ഒക്കെ അളന്ന് മുന്നോട്ട് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. അതൊരു കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ ആത്മനിയോഗത്തോട് പറയട്ടെ, ദൈവം പറഞ്ഞിട്ടാണ് നീ അത് പറഞ്ഞതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ അതിന് വാക്ക് കൊടുത്തതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ അതിന് അഡ്വാൻസ് കൊടുത്തതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ ആ മേഖലയിൽ പോയതെങ്കിൽ, നിന്നെ ഏൽപ്പിച്ച് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് തമ്പുരാന്റെ പ്രവൃത്തിയാണ്. ദൈവം അത് ചെയ്തുകൊള്ളും. അത് ഉറപ്പായിട്ട് ഒരിക്കൽ കൂടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇത് വായിക്കണം. അത് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവം പറഞ്ഞ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നു. ഒരു പ്രത്യേക ശബ്ദമുണ്ടാകുന്നു. ശബ്ദമുണ്ടാവുമ്പോൾ കാണാം അവിടെ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഒന്നൊന്നോട് യോജിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവർത്തനം എത്ര വലുതാണ്! ഈ അസ്ഥികളെല്ലാം ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച് അതിനെയെല്ലാം യോജിപ്പിക്കാൻ പോയി എത്ര നിമിഷമെടുക്കുക, എത്ര ദിവസം കിട്ടും. പലതും കാണാതെ വരും, ആവശ്യമില്ലാത്തടത്തെല്ലാം ഫിറ്റ് ചെയ്യുകയും ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ ഭൂകമ്പത്തിൻ്റെ മുൻപിൽ, ദൈവിക പ്രവർത്തനങ്ങളുടെ മുൻപിൽ അസ്ഥികളോട് യോജിക്കുവാൻ തുടങ്ങി. ആദ്യം അസ്ഥികൾക്കിടയിൽ ഒരു ഭൂകമ്പത്തിന് ശബ്ദമുണ്ടാകുന്നു, ഒരു കിലുക്കമുണ്ടാകുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് ചേർന്ന് ഒരു സ്കെൽറ്റനായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. നോക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി വണ്ടർഫുൾ. നമ്മുടെ ഇമാജിനേഷന് എത്തുവാൻ കഴിയാത്ത നിലയിലൊരു പ്രവർത്തനമാണ്. യെഹെസ്കേൽ നോക്കുമ്പോൾ കാണാം, ഒറ്റപ്പെട്ട ഉണങ്ങിക്കിടന്നതായ അസ്ഥികളെല്ലാം അവിടെ എവിടെയെല്ലാം യോജിക്കേണ്ടതെല്ലാം യോജിച്ച് എല്ലാം ഓരോ സ്കെൽറ്റനായി അസ്ഥികൂടങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു. വചനത്തിനകത്ത് പ്രത്യേകമായിട്ട് ഈ അസ്ഥികൾ കൂടിയ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും അത് ഒന്നൊന്നോടെ ഒത്തുചേർന്നത് അതിന് കറക്റ്റ് ഫോർമുലായിട്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് അസ്ഥികളുടെ വിചിത്രമാകുന്ന വെറും ഒരു സംയോജനമല്ല, വെറും ഒരു കൂടിച്ചേരലല്ല. അസ്ഥികളെ കുറിച്ച് പഠിച്ചുള്ള ആളുകൾ നമ്മുടെ മധ്യമുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം ഇതിൻ്റെ പാർട്ട് എവിടൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ അവർക്കറിയാം. ചേരേണ്ടതെല്ലാം ചേരേണ്ടതുപോലെ ചേർന്ന് കഴിഞ്ഞു. ദൈവം പുനഃസ്ഥാപിക്കുമ്പോൾ, ദൈവം തൻ്റെ പ്രവൃത്തി പുനഃസ്ഥാപിക്കുമ്പോൾ അവൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ കൂട്ടിച്ചേർക്കും. ആമീൻ എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായി പോയി. ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി ശൂന്യമായി പാഴായി പോയി. വെള്ളത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു പാഴായി ഉപയോഗമില്ലാത്ത ഒരു ഭൂമിയായി മാറ്റപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ
ഇവിടുത്തെ ഒരു മനുഷ്യന്റെ പ്രവർത്തനമല്ല, ഇവിടുത്തെ ആരുടെ പ്രവർത്തനമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ ആ പാഴായി കിടന്ന, ശൂന്യമായി കിടന്ന ആ ഭൂമി ബലമുള്ളതായി തീർന്നു. എങ്ങനെ ബലമുള്ളതായി തീർന്നു? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അത് ഉപയോഗമുള്ളതായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഡിസോർഡറായി കിടന്ന സോളാർ സിസ്റ്റം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആ സോളാർ സിസ്റ്റം അതിൻ്റെതായ ഭ്രമണ പദത്തിലെത്തി, അത് ഓടുവാൻ തുടങ്ങി. വെളിച്ചങ്ങൾ ഉണ്ടായി, പകലും രാത്രിയും ഉണ്ടായി, ഭൂമി ഉണ്ടായി. നോക്കണം, അതിൻ്റെ മീതെ പ്രവർത്തിച്ച ദൈവശക്തിയാണ്. അവിടെ ഇന്ന് രാത്രി കാലം ഓർത്തിരിക്കേണ്ട വസ്തുത, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം പറഞ്ഞത് ചെയ്തു കഴിയുമ്പോൾ ദൈവം തൻ്റെ പണി ആരംഭിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ യോജിക്കുവാൻ സാധ്യതയില്ലായിരിക്കാം, ചിതറപ്പെട്ടതായിരിക്കാം, തകർന്നതായിരിക്കാം, പാഴായിരിക്കാം, ശൂന്യമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഇത് ചേരേണ്ടതെല്ലാം ചേർന്ന് ഒരു അസ്ഥികൂടമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, അത് നടക്കത്തില്ല, അത് എങ്ങനെ ലഭിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞത് ചെയ്തു കഴിയുമ്പോൾ അത് ചേരേണ്ടടുത്ത് തന്നെ ചേർന്നിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിവിധ തരത്തിലുള്ള എന്ത് പ്രശ്നമായാലും ശരി, ദൈവം പറയുന്നത് ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ആരംഭിക്കും. അതിനെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. അത് ചേരേണ്ടടുത്ത് തന്നെ ചേർത്തിട്ട് അത് ക്ലിയറാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത്. അവിടെ വായിക്കുന്ന അവയുടെ മേൽ നോക്കണം, സ്കെൽറ്റനായി മാറി. അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, ത്വക്ക് അന്നു. അതൊരു വെറും ഒരു ബോഡിയായി മാറ്റപ്പെട്ടു. അസ്ഥികൾ ഒന്നിച്ചു ചേർന്നതിന് ശേഷം പേശികളും അതിനകത്ത് ടിഷ്യൂസും അസ്ഥികളിൽ വന്നു ചേർന്നു. അസ്ഥികൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, എന്നിട്ടും അവയിൽ ജീവശ്വാസം ഉണ്ടായിരുന്നില്ല. ഉണങ്ങിയ അസ്ഥികളുടെ പുനരുജ്ജീവനം വ്യക്തമായും ഘട്ടം ഘട്ടമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കണം, അസ്ഥികളെ ഇളക്കാൻ വേണ്ടി ദൈവം ഭൂകമ്പത്തെ അയച്ചു. അസ്ഥികളെ ഇളക്കി, അസ്ഥികളെ ആ ഇളക്കത്തിലൂടെ കൂട്ടി യോജിപ്പിച്ചു. അസ്ഥികൾക്ക് ഞരമ്പും മാംസവും പേശികളും പിടിപ്പിക്കപ്പെട്ടു. ഇവയെല്ലാം മൂടുന്നതായ ചർമ്മം അഥവാ സ്കിൻ ശരീരത്തിൽ മൊത്തത്തിലുണ്ടാകുന്നു. ഇനിയും ദൈവത്തിൻ്റെ ശ്വാസത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്രയും ഒറ്റ നിമിഷം കൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഒന്നേ ഉള്ളൂ, പ്രവാചകനോട് പറഞ്ഞത് പ്രവാചകൻ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒറ്റ സമയം ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടു. ഇനി നമുക്ക് 9-10 വാക്യം വായിക്കാം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. 10-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവയിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഓക്കെ,
ഓ ശ്വാസമേ, 4 കാറ്റുകളിൽ നിന്നും 4 സൈഡിൽ നിന്നും വരിക. ഈ ദർശനത്തിൽ യെഹെസ്കേൽ മരിച്ചവരും ഉണങ്ങിയുമായ അസ്ഥികളോട് ദൈവവചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉണങ്ങിയ അസ്ഥികളോട്. അത് വളരെ ശ്രദ്ധേയമാകുന്നൊരു പ്രവൃത്തിയായിരുന്നു. ഇനി അടുത്ത പ്രവചിക്കാൻ പോകുന്നത് 4 കാറ്റുകളോട് നീ പ്രവചിക്കണം. 4 ദിശകളിലേക്ക്. 9-ാമത്തെ വാക്യം, നീ പ്രവചി, കാറ്റോട് പറയേണ്ടത് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നികിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞു. ഈ അസ്ഥികൾ ദൈവജനത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. ചേരേണ്ടതെല്ലാം ചേർന്നു, റെഡിയായിട്ട് നിൽക്കുകയാണ് ശ്വാസത്തിന് വേണ്ടി. വളരെ ശ്രദ്ധേയമായ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നു. അടുത്ത പറയാൻ പോകുന്നത് 4 ദിക്കിൽ നിന്നും കാറ്റുകൾ വരണം, ഇതിലേക്ക് ഊതണം. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുഴുവൻ ലോകത്തെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള, അതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള യഹൂദന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മടങ്ങും എന്നതിൻ്റെ ഒരു ചെറിയ രൂപരേഖയാണ് പറയുന്നത്. ഈ കാറ്റ്, ശ്വാസം, ആത്മാവ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് 3 ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ഒന്ന് തന്നെയാണ്. അവിടെ ദൈവജനം പ്രവർത്തിച്ചവരുടെ മേൽ ആത്മാവ് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അത് ഊതുമ്പോൾ യെഹെസ്കേലോട് കൽപ്പിച്ചു, ദൈവത്തിന്റെ ശക്തി അവയിലേക്ക് ശ്വാസം കടന്നു വന്നു. യെഹെസ്കേൽ ദൈവ സന്ദേശം വിശ്വസ്തയോടെ പ്രഖ്യാപിച്ച ശേഷം ഉണങ്ങിയ അസ്ഥികളെ പുനരുജ്ജീവിപ്പിച്ചു. ആ പ്രവൃത്തി പൂർത്തീകരിച്ചു. പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശ്വാസം വന്നു. അവിടെ വായിക്കുന്നു, അവ കാലിൽ എഴുന്നേറ്റ് നിന്നു എന്ന് വായിക്കുന്നു. അങ്ങനല്ലേ 10-ാമത്തെ വാക്യം വായിച്ച്, അവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. നോക്കണം, അസ്ഥികളായി കിടന്നതിന് മേൽ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ഒരു കൊടുങ്കാറ്റ് വരുന്നു, ഭൂകമ്പമുണ്ടാകുന്നു, അസ്ഥികൾ യോജിക്കുന്നു, മാംസങ്ങളും പേശികളും നരമ്പുകളും ത്വക്കുമെല്ലാം രൂപപ്പെടുന്നു. ഒരു ജീവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാറ്റ് അവരുടെ മേൽ ഊതുമ്പോൾ അവർ ജീവനുള്ള ഒരു സൈന്യമായി നിവർന്നു നിൽക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി ഉണങ്ങിയ അസ്ഥികളെ ശക്തമായ ഒരു സൈന്യമാക്കി മാറ്റി. ഈ ആളുകൾ മരിച്ചവരായിരുന്നു. ഇവർ ഒരുപക്ഷെ ദൈവമായി യാതൊരു വിധമായ ബന്ധവുമില്ലാത്തവരായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ദൈവം അവരെ ജീവിപ്പിച്ചു. അവർ ദൈവത്തിന് വേണ്ടി ശക്തമായ ഒരു സൈന്യമായി തീർന്നു. ഇവരെ ദൈവം ഒരു കൂട്ടം സൈന്യമാക്കി തീർത്തത്, ജീവനുള്ളവരാക്കി തീർത്തത് ഒരു കൂട്ടം കാഴ്ചക്കാരാകാനോ സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി ജീവിക്കാനോ വേണ്ടിയല്ല. ആ അസ്ഥികളെ പുനരുജ്ജീവിപ്പിച്ചത് അവർ ഒരു സൈന്യമായി മാറി, ഒരു മഹത്തായ ഒന്നായി മാറി. അവർക്ക് ജീവൻ നൽകിയവന്റെ ആജ്ഞയുടെ കീഴിൽ അവർ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത്. ഞാൻ വാക്കിയുടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്.
നാം ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവം നമ്മോട് എന്ത് പറയുന്നുവോ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ യുക്തിയുടെയും മുക്തിയിലൂടെയും അത് ചിന്തിക്കാതെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ഒന്നുമില്ലായ്മയും സകലത്തെയും ഈ വചനത്തിന് വിളിച്ചുളവാക്കാൻ കഴിയുമെന്നും ചത്തതിനെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ഉണങ്ങിയതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കേണ്ട സ്ഥാനത്ത് ദൈവം ആരംഭിക്കും. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും വിഷയയുടെ മുഖത്ത് പ്രാർത്ഥിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഈ രാത്രി നിങ്ങൾ പറയേണ്ടത്, ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി അതുമേൽ ആരംഭിച്ചിരിക്കും എന്ന് ഈ രാത്രിയിൽ പൂർണ്ണമായും വിശ്വസിക്കാം. മാനുഷിക കാൽക്കുലേഷനും മാനുഷിക കണക്കൂട്ടലൊക്കെ ഇത് മാറിയിട്ട് എൻ്റെ ദൈവത്താൽ അത് നടക്കും, സാധിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ, യെഹെസ്കേൽ പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു എന്നാണ് യെഹെസ്കേൽ പറഞ്ഞ ഉത്തരം. അതാണ് യെഹെസ്കേലിനറിയാം ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ കഴിവ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കഴിവുകളെയും ബുദ്ധിയെയും ജ്ഞാനത്തെ ഒന്നും നമ്മുടെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും പരിമിതികൾക്കകത്ത് ഒതുക്കി വെക്കാതെ എൻ്റെ ദൈവത്താൽ സകലവും സാധിക്കുമെന്ന് ഉത്തമ വിശ്വാസം ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചിലതിന് മേൽ ദൈവം വ്യാപരിപ്പിക്കും. നഷ്ടപ്പെട്ട് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്നതിനെ മേൽ ദൈവം തൻ്റെ വചനത്താൽ ജീവിപ്പിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് ഈ രാത്രിയിൽ വചനത്തിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നമുക്കത് വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.